നമ്മെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹോപ്പ് ചാനലിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ വീണ്ടും ഈ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ആഴ്ചയിൽ നാം കഴിഞ്ഞ ആഴ്ചത്തിൻ്റെ കണ്ടിന്യൂവേഷനായി പഠിച്ചു വരികയാണ്. രാഷ്ട്രങ്ങൾ എന്നുള്ള ചാപ്റ്ററിൻ്റെ 2ാം ഭാഗമായി നമുക്ക് ഒത്തൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ഒത്തൊരുമിച്ച് പഠിക്കാവുന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൂടി ഇരിക്കുമാറാകട്ടെ. ഇന്ന് പാഠം ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മോടൊപ്പം 2 പ്രിയപ്പെട്ടവരുണ്ട്. ബ്രദർ അലൻ ലാസർ, അദ്ദേഹം ട്രിവാൻഡ്രത്ത് നിന്നും ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ സ്പൈസർ അഡ്വൻറ്റിസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ 2nd ഇയർ തിയോളജി സ്റ്റുഡൻ്റാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു. അതോടൊപ്പം തന്നെ പാസ്റ്റർ അരുൺ SK, അദ്ദേഹം കഴിഞ്ഞ ആഴ്ചകളിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയും പ്രത്യേകമായി ഈ ശാബത്ത് സ്കൂൾ ഡിസ്കഷനിലേക്ക് ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു. നമുക്ക് ഇന്ന് പഠിക്കുവാനായി നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് സങ്കീർത്തനം 46 10-ാമത്തെ വാക്യമാണ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതൻ ആകും. ആമേൻ. നമുക്ക് പാഠപഠനത്തിന് കടക്കുന്നതിന് മുൻപായി പാസ്റ്റർ അരുണിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായി സ്വർഗത്തിൽ വാസം ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ നല്ല സമയം ഞങ്ങൾക്ക് അവിടെ നിന്ന് വേർതിരിച്ച് നൽകിയതോർത്ത് സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങൾ പാഠം പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നു കർത്താവേ. ഈ പാഠപഠനത്തിലൂടെ നിരവധി പേര് ദൈവിക സത്യങ്ങളെ അറിയുവാനും അവർ ദൈവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിപ്പിക്കുന്നതായി ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾക്കായി ജീവനം നൽകി ഉയർത്തുന്നേറ്റിരിക്കുന്ന അരുമനാഥനായ യേശുക്രിസ്തുവിൻ നാമത്തിലടിയൻ അപേക്ഷിക്കുമ്പോൾ അടിയൻ്റെ എളിയ യാചന കേൾക്കണമേ നല്ല ദൈവമേ. ആമേൻ. നന്ദി പാസ്റ്റർ അരുൺ. നാം ഇന്ന് പല സഭകളിലേക്കും നമ്മുടെ സഭകളിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ പലരുടെയും അഭിപ്രായം എന്നത് വീഴ്ചയുടെ കാരണം ദൈവമാകുന്നു എന്നാണ്. പിശാചായിക്കൊള്ളട്ടെ, മാനവകുലമായിക്കൊള്ളട്ടെ, ഇതൊക്കെയും വീഴ്ചയുടെ, അവരുടെ പാപത്തിലേക്കുള്ള അവരുടെ നടത്തത്തിൻ്റെ കാരണം ദൈവമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന പല വ്യക്തികളുണ്ട്. അത് ശരിയാണോ പാസ്റ്റർ അരുൺ? ദൈവമാണോ ഇതിനൊക്കെയും കാരണം? ഒരിക്കലുമില്ല. കാരണമെന്ന് പറയുന്നത് ദൈവം ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കുവാനുള്ളതായ അവസരം ദൈവം നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പിലൂടെയാണ് അത് സംഭവിക്കുന്നത്. ദൈവം നൽകപ്പെട്ടിരിക്കുന്നതായ കാര്യങ്ങൾ, അതായത് നന്മയും തിന്മയുമുണ്ട്. അപ്പോൾ നന്മ ചെയ്യുന്നതിലൂടെ നന്മ ലഭിക്കും, തിന്മ ചെയ്യുന്നതിലൂടെ തിന്മയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് ദൈവമല്ല. കാരണം ഇന്ന് സാത്താൻ പറയുന്നു ദൈവമാണ് കാരണമെന്ന് പറയുന്നു. കാരണം ദൈവം വെച്ചിരുന്നതായ നിയമത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് സാത്താനെ ദൈവം എന്ത് ചെയ്തത്? ഭൂമിയിലേക്ക് എടുത്തിട്ടത്. അതുപോലെ തന്നെ മനുഷ്യന് ദൈവം തിരഞ്ഞെടുക്കുവാൻ അവസരം കൊടുത്തപ്പോൾ അവർ തെറ്റായ തിരഞ്ഞെടുപ്പ് കാരണമാണ് അത് സംഭവിച്ചത്. എന്നിട്ട് ദൈവത്തെ കുറ്റം പറയുകയാണ്. ഒരിക്കലും ദൈവത്തെ കുറ്റം പറയാൻ പാടില്ല. കാരണം തിരഞ്ഞെടുപ്പിൻ്റെ അവകാശം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മൾ നല്ലത് തിരഞ്ഞെടുക്കുക, അതിനായി ദൈവം ഒരുക്കട്ടെ. ആമേൻ, ആമേൻ. സാറ് പറഞ്ഞതുപോലെ തന്നെ മനുഷ്യനാണ് മനുഷ്യൻ്റെ തിന്മയ്ക്ക് കാരണം. താങ്ക് യു പാസ്റ്റർ അരുൺ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ഏദൻ തോട്ടത്തിലാക്കി. അവിടെ ദൈവം ആദ്യമായി മാനവകുലത്തിന് നൽകുന്നൊരു കൽപ്പനയുണ്ട്. ആ കൽപ്പന എന്താണ് പാസ്റ്റർ അരുൺ? അതിനെക്കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം പഠിക്കുമ്പോൾ 9 മുതലുള്ളതായ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഏദൻ തോട്ടത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം നിർമ്മിച്ചതായ മനുഷ്യനെ അവിടെ ആക്കുകയാണ്. എന്നിട്ട് അവർക്ക് കഴിക്കുവാൻ തക്കവണ്ണമുള്ളതായ പല വൃക്ഷങ്ങളെ ദൈവം നൽകപ്പെടുകയാണ്. അപ്പോൾ നൽകപ്പെടുമ്പോൾ അതിൽ 2 വൃക്ഷങ്ങളെ പ്രത്യേകിച്ച് ദൈവം എടുത്തു പറയുകയാണ്. അതിൻ്റെ നടുവിലുള്ള, ഏദൻ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷങ്ങളെ എടുത്തു പറയാണ്. ഒരു വൃക്ഷം എന്ന് പറയുന്നത് ജീവവൃക്ഷവും മറ്റേ വൃക്ഷം എന്ന് പറയുന്നത് നന്മ തിന്മകളുടെ വൃക്ഷവുമാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്, ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്ത് ചെയ്തു? അവർ ദൈവം പറയുന്നതിന് വിപരീതമായിട്ട് അവർ പ്രവർത്തിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതാണ് അവിടെ പറയപ്പെടുന്നത്. അതുമൂലം പാപം ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ കൽപ്പന അത്
ലംഘിച്ചതിലൂടെ മാനവകുലം മൊത്തത്തിൽ പാപത്തിലായി പോകുന്ന ഒരു സാഹചര്യം. നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ ദാനിയേൽ 2-ാം അധ്യായത്തെക്കുറിച്ച് നാം പഠിക്കുന്നുണ്ട്. ബ്രദർ അലൻ, ദാനിയേൽ 2:31 മുതലുള്ള വാക്യങ്ങളിലെ പ്രവചനം എന്താണ് അതിൻ്റെ പ്രാധാന്യം? ദാനിയേൽ 2-ാം അധ്യായം അവിടെ പറയുന്നത് നെബൂഖദ്നേസർ രാജാവ് കാണുന്ന ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ എന്താണ് ഒരു പ്രവചനം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ 4 പലവിധമായ ലോഹങ്ങൾ കൊണ്ടാക്കിയ ഒരു ബിംബം, തല സ്വർണം കൊണ്ട്, നെഞ്ച് വെള്ളി കൊണ്ട്, വയറ് താമ്രം കൊണ്ട്, അടുത്ത് കാലുകൾ ഇരുമ്പും കളിമണ്ണും കൊണ്ട്, അങ്ങനെ. അപ്പോൾ ഈ 4 ലോഹങ്ങളും 4 കാലഘട്ടങ്ങളിൽ വരുവാനിരിക്കുന്ന 4 സാമ്രാജ്യങ്ങളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ അതെല്ലാം 4 പറഞ്ഞിട്ടുള്ള അതേ സമയത്ത് തന്നെ എന്താണ് ഈ 4 സാമ്രാജ്യങ്ങളും അധികാരത്തിൽ വരികയും ഒന്നിനു പുറകെ ഒന്നായി അധികാരത്തിൽ വരികയും ഒഴിഞ്ഞു പോവുകയും ചെയ്തതായിട്ട് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ നമ്മൾ ചരിത്രമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു അണുവിട വ്യത്യാസമില്ലാതെ അതിൻ്റേതായ പ്രാധാന്യത്തിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇനിയുള്ളത് സംഭവിക്കാനിരിക്കുന്നതുമാണ്. സോ അത്രത്തോളം സത്യവും വ്യക്തവുമായിട്ടാണ് വേദപുസ്തകത്തിലെ ഓരോ പ്രവചനങ്ങളും നമുക്ക് അത് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ചരിത്രത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന് മഹത്വം. ഈ സമയം ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, പ്രവചനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിന് നാം കണ്ണു തുറന്നു നോക്കുന്നുവെങ്കിൽ അത് നിവർത്തിക്കപ്പെടുന്നത് ക്ലിയറായി വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് കൂടി വരിക, നമുക്ക് പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയമുള്ള പ്രേക്ഷകരെ, വീണ്ടും സ്വാഗതം. തുടർന്ന് നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ദാനിയേൽ 2-ാം അധ്യായം ഒരു ബാബിലോണിയൻ രാജാവിന് കിട്ടുന്ന ഒരു ദർശനത്തെക്കുറിച്ച് പറയുന്നു. എന്നാൽ ദാനിയേൽ 7-ലേക്ക് വരുമ്പോൾ ഒരു എബ്രായ പ്രവാചകന് ലഭിക്കുന്ന വിഷനെക്കുറിച്ചാണ് പറയുന്നത്. ബ്രദർ അലൻ, ഈ ദാനിയേൽ 7-ൽ നാം കാണുന്ന ഈ മഹാമൃഗം, ആ ഭാവന, അത് നമ്മെ എന്ത് പഠിപ്പിക്കുന്നു പ്രവചനത്തെക്കുറിച്ച്? ദാനിയേൽ 2-ൽ നെബൂഖദ്നേസർ രാജാവിന് ലഭിക്കുന്ന ദർശനം തന്നെയാണ് മറ്റൊരു രീതിയിൽ ദാനിയേൽ 7-ാം അധ്യായത്തിൽ പ്രവാചകന് ലഭിക്കുന്നത്. അതിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സമുദ്രത്തിന് മേലെ കാറ്റടിക്കുന്നുണ്ട്. കാറ്റ് സമുദ്രത്തിലെ വെള്ളത്തെ ഇളക്കി മറിക്കുന്നുണ്ട്. ആ ഇളകി മറിയുന്ന വെള്ളത്തിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നുണ്ട്. 4 മൃഗങ്ങൾ കയറി വരുന്നുണ്ട്. അതിലാദ്യം കാണുന്ന ഒരു മൃഗം കയറി വരുന്നവർ ആദ്യം കാണുന്നുണ്ട്. ഈ കാറ്റ് സൂചിപ്പിക്കുന്നത് യുദ്ധത്തിന് അല്ലെങ്കിൽ പ്രശ്നത്തിനെയാണ്. ഓൾറെഡി അവിടെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വെള്ളം സൂചിപ്പിക്കുന്നത് എന്താണ്? ജനങ്ങളെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ, ജനസമൂഹത്തെയൊക്കെയാണ് വെള്ളം സൂചിപ്പിക്കുന്നത്. ഈ ജനങ്ങൾക്കിടയിൽ നിന്ന് ആ പ്രശ്നം നിലനിൽക്കുന്ന സമയത്ത് ആ പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്ന് മഹാനായ അല്ലെങ്കിൽ ശക്തനായ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു രാജ്യം ഉയർന്നു വരുന്നു എന്നുള്ളതാണ് അവിടെ ഈ വെള്ളം അല്ലെങ്കിൽ സമുദ്രം, കാറ്റ്, ഈ മൃഗം സൂചിപ്പിക്കുന്നത്. മൃഗത്തെ സൂചിപ്പിക്കുന്നത് ഒരു അതിശക്തനായ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു രാജ്യത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. താങ്ക് യു ബ്രദർ അലൻ. ഫസ്റ്റ് അരുൺ, തുടർന്ന് നാം പഠിക്കുമ്പോൾ വെളിപ്പാട് 12-ലും 13-ലും ഈ വെള്ളത്തിൻ്റെയും കരയുടെയും ഒരു ബന്ധം നാം കാണുന്നു. ഈ 2 ഘടകങ്ങൾ പഠനത്തിൽ എന്താണ് പ്രാധാന്യം? അതിനെക്കുറിച്ചുള്ളതായ പ്രാധാന്യം എന്ന് പറയപ്പെടുമ്പോൾ ഭൂമിയെയും സമുദ്രത്തെയും സൂചിപ്പിക്കുന്ന, അതിൽ നിന്നും കയറി വരുന്നതായ മൃഗങ്ങളെ സൂചിപ്പിക്കുകയാണ്. ആ മൃഗങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് അമേരിക്ക, അപ്പോൾ മറ്റൊന്നെന്ന് പറയുന്നത് പാപ്പാത്വ ശക്തിയാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്നാണ് ആ ശക്തി എന്ത് ചെയ്യുന്നത്, വളരെയധികം പ്രാബല്യത്തിലേക്ക് വരുന്നത് എന്നുള്ളത് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ അമേരിക്കയാണ് എല്ലാവരെയും നിയന്ത്രിക്കുവാനുള്ളതായ ശക്തി ഉള്ള ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന സമയത്ത് ആ അധികാരം പാപ്പാത്വ ശക്തിയിലേക്ക് പോകും, പോപ്പിലേക്ക് കടന്നു പോകും. പോപ്പിലേക്ക് കടന്നു പോവുകയും പോപ്പ് പിന്നെ നിയന്ത്രിക്കുകയും ചെയ്യും. കാരണം വിൽക്കുവാനും വാങ്ങുവാനും കഴിയാത്തതായ ഒരു മുദ്ര എന്ത് ചെയ്യും, കൊണ്ടുവരും. ആ മുദ്രയാണ്
666 എന്ന് പറയപ്പെടുന്ന മുദ്ര. അതായത് ദൈവത്തിൻ്റെതായ വിശുദ്ധമായ ശബത്തിനെ മാറ്റിയിട്ട് ഞായറാഴ്ച എന്ന് പറയപ്പെടുന്നതായ നിയമത്തെ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരുന്നതായ ഒന്നാണ് എന്നുള്ളത് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യമെന്ന് പറയുന്നത്, നാം ആ 666 എന്ന് പറയപ്പെടുന്നതായ മുദ്ര നമ്മൾ ഏൽക്കുവാൻ പാടില്ല. ഇതിൻ്റെ പ്രധാനമായ ആശയം എന്ന് പറയുന്നത് മുദ്രയിടലാണ്. അപ്പോൾ നമ്മൾ ഏത് മുദ്രയിൽ നിൽക്കും എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പലരും ലോകത്തിലുള്ളതായ നിയമങ്ങൾക്കും ലോകത്തിലുള്ളതായ ഇഷ്ടങ്ങൾക്കനുസരിച്ചും പോകുന്നതായി കാണുവാൻ കഴിയും. എന്നാൽ ഈ പ്രവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നതായ കാര്യമെന്ന് പറഞ്ഞാൽ, ഇനി ദൈവം നൽകപ്പെടുന്നതായ ദൈവത്തിൻ്റെതായ മുദ്രയിൽ നിൽക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അമേരിക്കയോടോ പോപ്പിനോടോ കൂടെ ചേരാതെ നമ്മളത് ചെയ്യണം. ദൈവവചനത്തിന് അനുസരിച്ച് നമ്മൾ ജീവിക്കുക. അപ്പോൾ ഒടുക്കത്തിലേക്ക് ഇങ്ങനെ ഈ പ്രവചനം നിവർത്തിക്കപ്പെട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും കഷ്ടപ്പാടുകൾ സ്ത്രീ അഥവാ ദൈവസഭയ്ക്ക് ഉണ്ടാകുമെന്ന് ഈ പ്രവചനങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. തീർച്ചയായിട്ടും. അപ്പോൾ പാസ്റ്റർ അരുൺ, ഈ കഷ്ടസമയത്ത് എങ്ങനെയായിരിക്കണം ദൈവത്തിൻ്റെ സഭ നിലനിൽക്കുക? പല പീഡനങ്ങളും ഉണ്ടാകും. കാരണം നമ്മൾ പഠിക്കുമ്പോൾ 1260 വർഷം കാലം ഒരു പീഡന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ധകാര യുഗം എന്ന് പറയപ്പെടും. ആ കാലഘട്ടത്തിൽ ജനം എങ്ങനെ അനുഭവിച്ചിരുന്നോ അതിനേക്കാൾ വളരെയധികം പീഡനമായിരിക്കും ഇനി വരുവാൻ പോകുന്നത്. അത് നമുക്കൊരിക്കലും, അത് പ്രധാനമായിട്ടും വരുന്നത് ദൈവത്തെ അറിയുന്നതായ ദൈവത്തിൻ്റെ ജനത്തിനാണ്. അവർക്ക് നിൽക്കാൻ വളരെ പ്രയാസമായിരിക്കും. പക്ഷേ എന്നാൽ വചനം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, അവരെ ദൈവം എന്ത് ചെയ്യും? കാത്തു സൂക്ഷിക്കും. എന്നാൽ പലരും എന്ത് ചെയ്യും? മരണത്തിന് വിധേയമായി മാറപ്പെടും. പലരും വിശ്വാസം വിട്ട് പോകും. എന്നാൽ ഉറച്ചു നിൽക്കുന്നവർ, അവർ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി മാറും എന്നുള്ളത് അവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും ഈ കഷ്ടങ്ങളിൽ നാം തളരേണ്ടതില്ല, നാം പേടിക്കേണ്ടതില്ല. കഷ്ടങ്ങളിൽ നമ്മെ സഹായിക്കുവാൻ ഇതിൻ്റെ എല്ലാം കയ്യിൽ താങ്ങുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രവചനങ്ങൾ പഠിക്കുന്നതിലൂടെ ഇത് നമുക്ക് ധൈര്യം നൽകും. കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. ഇതൊക്കെ നടന്നു കഴിഞ്ഞാലും അവസാനത്തെ ജയം നമ്മുടേതെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്കൊരു സന്തോഷവും ഒരു ധൈര്യവും ഉറപ്പായിട്ടുണ്ടാവും. ഇത് നമ്മളെ പ്രവചനത്തിൻ്റെ മറ്റൊരു പ്രാധാന്യം കൂടിയാണ് നാം ഇതിലൂടെ മനസ്സിലാക്കുന്നത്. നന്ദി പാസ്റ്റർ അരുൺ. ഈ മുദ്ര ഇടാതിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാട്ടെ. ഈ ഉത്തരത്തിലൂടെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും ഒരുപക്ഷെ മനസ്സിലായി കാണും പ്രവചനം പഠിക്കുന്നത് എത്രത്തോളം പ്രാധാന്യമാണെന്ന്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇത് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രത്യാശ വർദ്ധിക്കും. ദൈവത്തിന് മഹത്വം. നമുക്ക് ഈ സമയം ചെറിയൊരു ഇടവേളയുടേതാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് പ്രാധാന്യമേറിയ കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ പ്രേക്ഷകരെ, ദൈവത്തിൻ്റെ വചനം അത് ഇനി എന്ത് സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇതിൽ നാം പഠിക്കുമ്പോൾ ഇത് നമ്മുടെ പ്രത്യാശയ്ക്കും നമ്മുടെ വിശ്വാസം ഉറയ്ക്കുന്നതിനും നമ്മെ സഹായിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വരിക ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം നമുക്ക് കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും സ്വാഗതം. നാം തുടർന്ന് പാഠത്തിലേക്ക് കടക്കുവാനായിട്ട് പോവുകയാണ്. പ്രവചനം നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് തന്നെയെന്ന് നാം ഈ കഴിഞ്ഞ പാഠങ്ങളിലൂടെ പഠിച്ചു. ഇപ്പോൾ ഇവിടെ വീണ്ടും നാം തുടർന്ന് വെളിപ്പാട് 10 വരികയാണ്. വെളിപ്പാട് 10 എന്താണ് പരാമർശിക്കുന്നത്? എന്താണ് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്? വെളിപ്പാട് 10 കുറിച്ച് പഠിക്കുമ്പോൾ ഇവിടെ ഒരു ബലവാനായ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങുകയാണ്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്നതായ ഈ ദൂതൻ്റെ കയ്യിൽ ഒരു പുസ്തകം കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഈ പുസ്തകത്തിൽ വളരെ വലിയ വിലയേറപ്പെട്ടതായ സത്യം എന്തു ചെയ്യുകയാണ്? അടങ്ങിയിരിക്കുകയാണ്. അതായത് വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചില സഭയുടേതായ മുന്നോട്ടുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതായ സംഭവങ്ങളാണ്. നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുമ്പോൾ ഈ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ഇതിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പറയപ്പെടുന്നത് 17-18 നൂറ്റാണ്ടുകളിൽ
സംഭവിച്ചതായ സംഭവം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരുവാനുള്ളതായ കാലത്തിലേക്കുള്ളതായ ചില സംഭവങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സഭയുടേതായ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, എപ്രകാരമായിരുന്നു നടന്നിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ പറയുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നതായ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയും അത് എന്താണ്, കാരണം മുന്നോട്ടുള്ളതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ ഈ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ദൂതൻ്റെ കയ്യിലിരിക്കുന്നതായ പുസ്തകം അത് വ്യക്തമായിട്ട് പറയുകയാണ്. ആ ചെറു പുസ്തകം എന്ന് അവിടെ വ്യക്തമായിട്ട് എടുത്ത് പറയുകയാണ്. അത് ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് അവിടെ ഈ ഒരു ചെറിയൊരു പുസ്തകം എന്ത് ചെയ്തിരിക്കുന്നത്, നൽകപ്പെട്ടിരിക്കുന്നത്. ചെറിയ പുസ്തകം. ബ്രദർ അലൻ, എന്താണ് ഈ ചെറിയ പുസ്തകം? ഏതാണത്? ചെറിയ പുസ്തകം എന്ന് പറയുന്നത് ദാനിയേലിൻ്റെ പ്രവചനത്തിനെയാണ് ഈ ചെറിയ പുസ്തകം എന്ന് പറയുന്നത്. അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാനിയേലിൻ്റെ പ്രവചനം അതിൻ്റെ 12-ാം അധ്യായത്തിൽ ദൈവം ദാനിയേലിനോട് പറയുന്നുണ്ട്, നീ പുസ്തകം അടച്ച് മുദ്രയിടുക, അവസാന കാലത്തേക്ക് അത് വീണ്ടും തുറക്കാം എന്ന് പറയുന്നുണ്ട്. നമുക്ക് വെളിപ്പാടിലേക്ക് വരുമ്പോൾ യോഹന്നാനോടും ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ ചെറിയ പുസ്തകം നീ തുറക്കുക, അതിനെ തിന്നുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവസാന കാലത്തിലേക്ക്, ഈ ഭൂമിയുടെ അവസാന കാലത്തിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദാനിയേലിൻ്റെ പ്രവചനം വീണ്ടും പഠിക്കുക, അതിനകത്തുള്ള മർമ്മങ്ങൾ വീണ്ടും ഒന്നുകൂടെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യോഹന്നാൻ ഈ വെളിപ്പാടിൽ കണ്ടതുപോലെ എന്ത് ചെയ്തു? ഈ ചെറിയ പുസ്തകം തുറന്നു, അത് കഴിച്ചു. അപ്പോൾ എന്താണ്? തൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. വയറ്റിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? കഴിച്ചു എന്ന് ഭയങ്കര കയ്പായിട്ട് തോന്നി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മധുരം എന്നൊരു അവസ്ഥ അവിടെ പറയുന്നത്, ദാനിയേലിൻ്റെ പ്രവചനങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ അവർ ആഴമായി പഠിച്ചു, അതിലടങ്ങിയിരിക്കുന്ന സത്യങ്ങളെ മനസ്സിലാക്കി. അപ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അധികം ആസന്നമായി എന്ന് ഈ വേദപുസ്തകം പഠിച്ച വ്യക്തികൾ, അതായത് വില്യം മില്ലർ, അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ, അവർ മനസ്സിലാക്കുകയുണ്ടായി കർത്താവിൻ്റെ വരവ് ഏറ്റവും അധികം അടുത്തിരിക്കുന്നു. അങ്ങനെ അവർ അതിനെപ്പറ്റി കൂടുതൽ ആഴമായിട്ട് പഠിച്ചപ്പോൾ എന്താണ്, അവരൊരു ദിവസം, ഒരു പ്രത്യേക ഒരു തീയതിയിലേക്ക് അവർ എത്തിച്ചേരുകയുണ്ടായി. അപ്പോൾ അതിനുവേണ്ടി അവർ ഒരുങ്ങി, അവർ കാത്തിരുന്നു. ആ ഒരു ഒരുക്കത്തിനെയും കാത്തിരിപ്പിനെയുമാണ് എന്താണ് ഈ മധുരമേറിയ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അടുത്ത് ഈ കയ്പായി തോന്നിയ അവസ്ഥ എന്ന് പറയുമ്പോൾ ഈ കാത്തിരുന്നതിന് ശേഷം അവർക്ക് ആ തീയതി, അവർ നിശ്ചയിച്ച് ഉറപ്പിച്ച് വെച്ചിരുന്ന തീയതിയിൽ എന്താണ്, കർത്താവിൻ്റെ 2-ാം വരവ് ഉണ്ടായില്ല. അവർക്ക് അവിടെ ഒരു ഗ്രേറ്റ് ഡിസപ്പോയിൻമെൻറ്റ്, വലിയൊരു വിഷാദാവസ്ഥ അവർക്ക് അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത്. അവർ പക്ഷേ അവരവിടെ പഠിച്ചു വച്ചിരുന്ന കാര്യം തെറ്റാണ് എന്നല്ല അവരെ സൂചിപ്പിക്കുന്നത്. അവിടെ നടന്ന സംഭവം വേറെയാണ്. നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും, വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു സംഭവമാണ് അന്നേ ദിവസം അവിടെ അരങ്ങേറിയിരിക്കുന്നത്. മറിച്ച് കർത്താവിൻ്റെ 2-ാം വരവല്ല അവിടെ നടന്നത്. സോ ഈ കർത്താവിൻ്റെ 2-ാം വരവിനായി കാത്തിരുന്നവർ എന്ത് ചെയ്തു? ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. അവർക്ക് ഒരു നിരാശ നേരിടേണ്ടി വന്നു, ഒരു വലിയ നിരാശ നേരിടേണ്ടി വന്നു. ആ നിരാശയുടെ അനുഭവത്തെയാണ് ഈ കൈപ്പേറിയ അനുഭവം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ പുസ്തകത്തിൻ്റെ പ്രാധാന്യവും അത് തന്നെയാണ്. ഈ ആദ്യം അത് തുറക്കുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് അതിനെപ്പറ്റി പഠിക്കുമ്പോൾ ഒരു മധുരമേറിയ അവസ്ഥ അവർക്കുണ്ടായി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൈപ്പേറിയ അവസ്ഥ ഉണ്ടായി. സോ അതാണ് ചെറിയ പുസ്തകത്തിൻ്റെ പ്രാധാന്യം. ചെറിയ പുസ്തകം അഥവാ പ്രവചനം, ദാനിയേലിൻ്റെ പ്രവചനം നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പഠിക്കുമ്പോൾ നമുക്ക് വരുന്ന സന്തോഷത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. പാഠത്തിൽ പറയുന്നു, വെളിപ്പാട് 14 പറയുന്നത് പോലെ എല്ലാവർക്കും ഉള്ള ആ നിത്യ സുവിശേഷം നമുക്ക് ലഭിക്കുകയും തുടർന്ന് കർത്താവിൻ്റെ രാജ്യം ഈ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും രാജ്യത്വങ്ങളെയും ഭരിപ്പാനായി, അതിനെ പൂർണ്ണമായി നശിപ്പിക്കുവാനായി വരികയും ദൈവത്തിൻ്റെ സന്തോഷം ഈ ഭൂമിയിൽ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യും. എത്ര വലിയ സന്തോഷം! ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഈ ഡിസ്കഷനിൽ ഏർപ്പെട്ട ഇരുവർക്കും ഞാൻ എൻ്റെ നന്ദിയെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം പഠിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ എപ്രകാരം പഠിക്കണമെന്നും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. അതിൻ്റെ പ്രാധാന്യം വലിയതെന്ന് ഇതിനോടകം നാം പഠിച്ചു കഴിഞ്ഞു, നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത് നമ്മുടെ ബൈബിൾ പഠനത്തിൽ ഉൾപ്പെടുത്തി നാം വരും നാളുകളിൽ ഏറ്റവും അധികമായി ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചും അവൻ്റെ നീങ്ങിപ്പോകാത്ത തകർച്ചയില്ലാത്ത
ആ സന്തോഷത്തെക്കുറിച്ചും പഠിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മളെ ഇടയാക്കുമാറാകട്ടെ. ഇത്രയും നേരവും ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന ഹോപ്പ് ചാനലിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നന്ദിയെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി അടുത്ത പാഠവുമായി നാം കണ്ടുമുട്ടും വരെയും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ആത്മാവ് നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.